ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു ഉണ്ടാക്കിയത്. അതൊക്കെ ഞാൻ കഴിച്ചു. അപ്പോഴത്തേനും ദേ പുറകെ കൂടി ഒരു പല്ലി വന്നു കണ്ട് ഞാൻ പേടിച്ചു കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ പല്ലി. എനിക്ക് എല്ലാ സാധനത്തിനെയും പേടിയാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെയിനായിട്ടും ഈ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് നമ്മുടെ മെയിൻ പരിപാടി. പാത്രം തേച്ച് കഴുകി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് പണിയെല്ലാം തീർന്നതാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനം. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ ക്യാമറ വെക്കുമ്പോൾ കണ്ട് ഇടയ്ക്ക് ഒരു ഷെയ്ഡ് വന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ളത്തിനകത്ത് നിൽക്കുന്ന പോലെ ഒരു ഷെയ്ഡ് ഇടയ്ക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ ലൈറ്റിൻ്റെ ആണ് കേട്ടോ. പിന്നെ ക്യാമറയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുമ്പോൾ തന്നെ എല്ലാ പണിയും തീർന്നെന്നുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക്. അപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ഞിക്കലോ എനിക്ക് കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പഴയ ചോറാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടായി ഉച്ചയ്ക്ക് കഴിക്കാൻ വരത്തില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം ചോറ് വെക്കാമെന്ന് ഓർത്തു. വൈകുന്നേരം ചോറ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് തിളപ്പിച്ച് ഊറ്റി അങ്ങനെയാണ് കേട്ടോ മിക്കപ്പോഴും ഇവിടെ കഴിക്കാറുള്ളത്. കാരണം നമുക്ക് വിറകിൻ്റെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ്. പിന്നെ കുക്കറി ഞാൻ ഇതുവരെ ചോറ് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുക്കറി ചോറ് വെക്കുന്ന കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് വെക്കാവോ എന്ന് നോക്കണം ഒരു ദിവസം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കറിയൊന്നും മാസാവസാനം ആയതുകൊണ്ട് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മോര് മേടിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ മോര് ചേട്ടായി തലേ ദിവസം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ മോരെന്നാ അങ്ങ് കറി വെച്ചേക്കാമെന്ന് ഓർത്തു. മോര് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 ദിവസം കൂട്ടാനുണ്ട് കേട്ടോ മോര് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനെന്നാൽ മോര് വെക്കാമെന്ന് ഓർത്തു. പിന്നെ കറിവേപ്പിലയൊക്കെ നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. ആ കറിവേപ്പില അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്, ഫ്രിഡ്ജിൽ വെച്ച കറിവേപ്പിലയാണ്. അപ്പോൾ മോര് കറി വെക്കുകയാണ്. മോര് തേങ്ങ അരച്ച് പുളിശ്ശേരി പോലെ വെക്കാനാണ് കേട്ടോ. വേറെ വെള്ളരിക്കായോ ഒന്നും അതിൻ്റെ അകത്ത് ഇടാനില്ല. മോര് മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ മോരുകറിയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറയലായിരുന്നു ഇവിടെ എലിശലി ഉണ്ടെന്ന് ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ വേസ്റ്റ് അവിടെ വെക്കുമ്പോഴത്തേനും ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ അടിയിലും ഗ്യാസ് കുറ്റിയുടെ ഇടയ്ക്കുമൊക്കെ കിടക്കും കേട്ടോ വേസ്റ്റുകൾ. അപ്പോൾ അതെല്ലാം തൂത്തെടുക്കുക. നമ്മുടെ ഒരു പാത്രത്തിൽ മൂടി വെച്ച കുഴപ്പമില്ല. പക്ഷേ മിക്കപ്പോഴും ഞാനത് മൂടി വെക്കാൻ മറന്നു പോകും. മൂടി വെച്ച് കഴിഞ്ഞാൽ എടുക്കത്തില്ല എലി വന്ന്. ഇല്ലെങ്കിൽ എലി വന്ന് എല്ലാം സീനാക്കി എല്ലാം നിരത്തിയിടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തു. പിന്നെ ഗ്യാസിൻ്റെ പൊക്കത്തിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി തുടച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് കുപ്പിയിൽ വെള്ളമില്ലെന്ന് കണ്ടത്. മേശപ്പുറത്ത് ഇങ്ങനെ കാലി ബോട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേനും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടില്ല. ഫ്രിഡ്ജിനകത്ത് വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് കുപ്പിക്കകത്ത് വെള്ളം കൂടെ നിറച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാമെന്ന് ഓർത്തു. ഞാനിങ്ങനെ തണുത്ത വെള്ളം കുടിക്കുന്നതല്ലായിരുന്നു കേട്ടോ. ഈ ഇടക്കാലം കൊണ്ടാണ് ഞാൻ എന്നാലും ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിടും കേട്ടോ ഒരു കാലം. കാരണം പെട്ടെന്ന് ചൂടുവെള്ളം കുടിക്കണം എന്ന് തോന്നിയാലോ എന്ന് ഓർത്ത് ഞാൻ ചോറ് വെക്കുമ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഈ ചൂടിൻ്റെ ദൈർഘ്യം കൂടിയതുകൊണ്ടും ചൂടിൻ്റെ ദൈർഘ്യം തന്നെയല്ലേ ചൂടിൻ്റെ ഇത് എന്നതാണ് ചൂടിൻ്റെ സംഭവം അത് കൂടിയതുകൊണ്ടും പിന്നെ കാഠിന്യം അതാ ഉദ്ദേശിച്ചത്. കാഠിന്യം കൂടിയതുകൊണ്ടും നമുക്ക് ദാഹം കൂടുതലായതുകൊണ്ടും ഞാനിപ്പം ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളം കുടിക്കാറുണ്ട്. അപ്പം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അതിനകത്ത് വേറൊരു ബോട്ടിലും കൂടി ഇരിക്കുന്നത് കണ്ട് കാലിയായിട്ടുള്ള. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് നിറച്ച് വെച്ചേക്കാമെന്ന് ഓർത്തു. കാരണം മിക്കപ്പോഴും ഞാൻ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ കുടിക്കലില്ലായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ കുടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ തീരുന്നതിനനുസരിച്ച് ഞാൻ നിറച്ച് വെക്കാറുണ്ട്. അപ്പം ആദ്യം നിറച്ച് കുപ്പിയൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചു. രണ്ടാമത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പോൾ കുപ്പിയൊക്കെ നിറച്ച് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് അലങ്കോലപ്പെടുത്തിയിട്ടേക്കുവാണ്. അപ്പോഴത്തേനും കുഞ്ഞാപ്പി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ കൂടെ ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവളെല്ലാം നിരത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഞാനപ്പോൾ ഓരോന്നും എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നിരത്തിയിട്ടേക്കുവാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത്. അപ്പോഴത്തേനും അവൾ ചൂലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ തൂക്കാൻ വേണ്ടിയിട്ട്. അത് അപ്പുറം അടിക്കുന്ന ചൂലാണ് കേട്ടോ. അപ്പോഴത്തേനും അത് അവൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചൂലടിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അതെല്ലാം ഒരുവിധം ഒതുക്കിയൊക്കെ വെച്ച് സെറ്റിയാൽ എപ്പോഴും ഈ ഷീറ്റ് വിരിച്ചിടുന്നത് അതിൻ്റെ അകത്ത് കിടക്കില്ല കേട്ടോന്നേ. അത് ഇവളെ എപ്പോഴും എടുത്ത് കളയും. അവളതെടുത്ത് പുതയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോൾ വിരിച്ചിട്ടാലും അത് അവളെടുത്ത് നശിപ്പിച്ച് വേറെ രീതിയിൽ ഇടും. ഞാനത് എപ്പോഴും കുടഞ്ഞ് വിരിക്കാനേ എനിക്ക് നേരമുള്ളൂ.
അതിൻ്റെ പൊക്കത്ത് ഇരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെയെങ്കിലും ഇരിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ പൊക്കത്തില്ലാത്ത സാധനങ്ങൾ കാണുകയില്ല. ഇത്രയും സാധനങ്ങൾ എവിടുന്ന് കൊണ്ടിരുന്നതെന്ന് ഞാൻ ഓർക്കും. ഈ വീട്ടിൽ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കും. അതുപോലെ കൊണ്ടുപോയി വെക്കും കേട്ടോ ഓരോ സാധനങ്ങൾ. എന്നിട്ട് കണ്ട് ഞാൻ എടുത്തെറിഞ്ഞപ്പോൾ അത് അടിയിൽ നിന്ന് പെറുക്കിയെടുക്കുന്നതാണ് ആ കാണുന്നത്. വീണ്ടും അതിൻ്റെ പൊക്കത്ത് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കും, അവൾ പെറുക്കിയിടും. അതാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കയറി ഇരുന്നവരെ പെറുക്കുന്നുള്ളൂ കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിരിച്ചിട്ടിട്ടുണ്ട്. തുണിയെല്ലാം താഴ്ചടിച്ച് കളയും കേട്ടോ. ഞാൻ എപ്പോഴും അടിച്ച് വെക്കാൻ ഇറക്കി വെക്കാൻ നേരമുള്ളത് എല്ലാം പെറുക്കിയെടുത്ത് കയറി വന്ന് വീണ്ടും കണ്ട് അതിൻ്റെ പൊക്കത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചിരി കേൾക്കുന്നത് അവൾ ഈ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ അവളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവൾ ചിരിക്കുന്നത്. അപ്പോഴത്തേനും അതെടുത്ത് അതിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ആൾ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തൂത്തുവാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ മുറ്റോടിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. മുറ്റോടിക്കാൻ ഇറങ്ങി. മുറ്റത്ത് പുല്ലിൻ്റെ ശല്യം ഭയങ്കര ഓവറാണ് കേട്ടോ. കാരണം എപ്പോഴും ഞാൻ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടി എൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എപ്പോഴും അടിക്കുന്നതാണെങ്കിലും മുറ്റത്ത് പുല്ലിൻ്റെ വളർച്ച വളരെയേറെ കൂടുതലാണ്. അപ്പം മുറ്റമൊക്കെ അടിക്കുന്നുണ്ട്, പുറകുവശമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേനും മോരുകറി മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴത്തേനും എന്നാൽ ചീരക്കറിയും കൂടെ വെക്കാമെന്നോർത്തു. ചീരയും ചക്കക്കുരും കൂടി ഇട്ട് വെക്കാമെന്നോർത്ത്. എന്നാൽ ചീര ഞാൻ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വേലിച്ചീരയിൽ നിന്ന് ഇച്ചിരി ചീര പറിച്ചു. അപ്പോൾ ചീരക്കറിയും കൂടെ വെക്കാൻ വേണ്ടി ചക്കക്കുരു പൊളിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരിയേ വെക്കുന്നുള്ളൂ, കൊച്ചിനും കൊടുക്കാമല്ലോ. മോരുകറി മാത്രമുള്ളപ്പോൾ കൊച്ചങ്ങനെ ചോറുണ്ണുന്നത് എനിക്കും എന്താ പോലെ തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ചക്കക്കുരും കൂടി എടുത്ത് പൊളിക്കുന്നുണ്ട്, ആ കൂടി ഇട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഗായ്സ്, തുണിയൊക്കെ ഇലക്കി കയറി വന്നു. കണ്ട, തുണിയൊക്കെ ഇലക്കിയിട്ടു. എന്നും അലക്കുന്നുള്ളതുകൊണ്ട് അധികം ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നാളെ കാണാം കേട്ടോ.